ഏതെങ്കിലും 10 പേര് കണ്ട് മാർക്കിടാനല്ല സിനിമ എടുക്കുന്നത്. ആത്യന്തികമായി സിനിമ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആടുജീവിതത്തിന് നിങ്ങൾ ഏറ്റവും വലിയ അവാർഡ് തന്നു കഴിഞ്ഞു. ദേശീയ പുരസ്കാര വേദിയിൽ നേരിട്ട് അവഗണനയെ വളരെ ചുരുങ്ങിയ വാക്കിൽ പൃഥ്വി പറഞ്ഞു നിർത്തുമ്പോൾ അദ്ദേഹത്തെ കേട്ട ശ്രോതാക്കൾ ഉയർത്തുന്ന കയ്യടിയുണ്ട്. പല കാരണങ്ങൾ പറഞ്ഞ് അർഹതപ്പെട്ട അവാർഡ് നൽകാതിരുന്ന ജൂറി അംഗങ്ങൾക്കുള്ള മറുപടിയാണ് ആ കയ്യടി. അവരോടുള്ള പ്രതിഷേധമാണ് അവിടെ കണ്ടത്. എത്ര തളർത്തിയാലും വീണുപോകില്ലെന്ന പൃഥ്വിയുടെ വീര്യവുമാണ് ആ വാക്കുകൾ. തിയേറ്ററിൽ ആളെ കൂട്ടിയ, സംസ്ഥാന പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ, ഓസ്കാറിലെ പ്രാഥമിക പട്ടികയിൽ ഇടം പിടിച്ച, കൊമേഴ്ഷ്യലും ക്രിട്ടിക്കലും ലോക സിനിമയിൽ ശ്രദ്ധ നേടിയ ആടുജീവിതം. 14 കാറ്റഗറിയിലാണ് സിനിമ ദേശീയ പുരസ്കാര വേദിയിൽ മത്സരിച്ചത്. എന്നാൽ ഒരു അവാർഡ് പോലും നേടാനാകാതെ നിരാശ മാത്രമായിരുന്നു അണിയറ പ്രവർത്തകരെ തേടിയെത്തിയത്. അതിലേറെ നിരാശ സമ്മാനിച്ചത് പ്രൊപ്പഗണ്ട ചിത്രങ്ങളെ അടക്കം വാനോളം പുകഴ്ത്തി പുരസ്കാരങ്ങൾ വാരിക്കോരി നൽകിയ ജൂറിയുടെ തീരുമാനങ്ങളാണ്. മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം കേരള സ്റ്റോറിക്ക് നൽകിയപ്പോൾ ആടുജീവിതം നിങ്ങൾ കണ്ടില്ലേ എന്ന് ഓരോ പ്രേക്ഷകനും ചോദ്യമുയർത്തി. എന്തായിരുന്നു അതിനുള്ള മാനദണ്ഡം? കണ്ണഞ്ചിപ്പിക്കുന്ന വിഷ്വലുകളോ അതോ രാഷ്ട്രീയ കാരണങ്ങളോ? എമ്പുരാൻ നേരിട്ട സംഘപരിവാർ ആക്രമണമാണ് ദേശീയ അവാർഡ്സിൽ പ്രതിഫലിച്ചതെന്ന വാദം അന്നേ ഉയർന്നു കേട്ടിരുന്നു. മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ അന്ന് സൈബർ ഇടങ്ങളിലും അല്ലാതെയും നേരിട്ടത് വൻ രീതിയിലുള്ള അറ്റാക്കുകളാണ്. സിനിമയുടെ തുടക്കത്തിലെ സീനുകൾ കണ്ടിരുന്നവരെ ഗോദ്രയിലേക്കും കത്തിയമർന്ന സബർമതി എക്സ്പ്രസിലേക്കുമാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ തൊട്ട് സംഘശക്തികൾക്ക് കല്ലുകടി തുടങ്ങുന്നു. പിന്നീട് അങ്ങോട്ട് സിനിമയിലെ കഥാപാത്രങ്ങളും അവരുടെ പേരും പല സീനുകളും യാഥാർത്ഥ്യത്തെ ഓർമ്മിപ്പിക്കുന്നതായിരുന്നു. ഹിന്ദുത്വവാദികളെ ചൊടിപ്പിച്ചതായിരുന്നു. മോഹൻലാലിനേക്കാൾ അന്ന് ചോദ്യമുയർന്നത് പൃഥ്വിക്ക് നേരെയാണ്. മോഹൻലാൽ ഖേദം പ്രകടിപ്പിക്കുകയും സിനിമയിൽ നിന്ന് പല ഭാഗങ്ങളും നീക്കം ചെയ്യപ്പെടുകയും ചെയ്തു. എന്നാൽ പൃഥ്വിയിൽ നിന്ന് യാതൊരു പ്രതികരണവും ആർക്കും ലഭിച്ചില്ല. പൊതുവേദികളിൽ നിന്ന് അദ്ദേഹത്തെ കാണാനില്ലാത്ത അവസ്ഥ. എമ്പുരാന്റെ റിലീസിന് ശേഷം ആദ്യമായി ഒരു പൊതുവേദിയിൽ പൃഥ്വി പ്രത്യക്ഷപ്പെട്ടപ്പോഴും സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തോട് പ്രതികരണം ഉണ്ടായില്ല. എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ് എന്ന മോഹൻലാൽ ഡയലോഗ് ആ ഫാൻ ബോയ് അന്ന് വീണ്ടും ആവർത്തിച്ചു. പിന്നീട് പല വേദികളിലും പൃഥ്വി സജീവമായെങ്കിലും സിനിമയുമായോ ദേശീയ പുരസ്കാരവുമായോ ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഇല്ലായിരുന്നെന്ന് തന്നെ പറയാം. ആദ്യമായ ഒരു പ്രതികരണമാണ് കഴിഞ്ഞ ദിവസം ദുബായിൽ നടന്ന ഫംഗ്ഷനിൽ പൃഥ്വി നടത്തിയത്. സിനിമ എടുക്കുന്നത് ഏതെങ്കിലും ഒരു ജൂറിയോ 10 പേരോ കണ്ട് മാർക്കിടാനോ ഏതെങ്കിലും രാജ്യാന്തര ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിക്കാനോ വേണ്ടിയല്ല. തീർച്ചയായും അതൊക്കെ നല്ലത് തന്നെയാണ്. അതിന് അതിൻ്റെതായ ഗുണങ്ങൾ ഉണ്ടാകും. പക്ഷേ ആത്യന്തികമായി സിനിമ എടുക്കുന്നത് പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. തിയേറ്ററിൽ പോയി കണ്ട് ആസ്വദിക്കാൻ വേണ്ടിയാണ്. പ്രേക്ഷകർ ആ സിനിമയ്ക്ക് ഏറ്റവും വലിയ അവാർഡ് തന്നു കഴിഞ്ഞു. അതിന് നന്ദി. ഇതായിരുന്നു പൃഥ്വിയുടെ വാക്കുകൾ. പരോക്ഷമായെങ്കിലും ആ വാക്കുകൾ നാഷണൽ അവാർഡ് ജൂറിയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സാങ്കേതികമായ പിഴവുകളാണ് ചിത്രത്തിന് അവാർഡ് ലഭിക്കാത്തതിന് കാരണമെന്നായിരുന്നു ജൂറി ചെയർമാൻ അശുതോഷ് ഗോവാരിക്കറുടെ വാദം. ലോറൻസ് ഓഫ് അറേബ്യയ്ക്ക് ശേഷം ഇത്രയധികം മനോഹരമായി ഡെസേർട്ട് ഷൂട്ട് ചെയ്യപ്പെട്ട ഒരു ചിത്രം കണ്ടിട്ടില്ലെന്ന് പറഞ്ഞ അതേ അശുതോഷ് ഗോവാരിക്കർ. ആടുജീവിതത്തെ തഴഞ്ഞ ജൂറി സംഘത്തെ രാജ്യത്തെ സിനിമാ പ്രേമികൾ ഒറ്റക്കെട്ടായാണ് തഴഞ്ഞത്. സംവിധായകൻ ബ്ലസ്സി അടക്കം ഏവർക്കും നിരാശ സമ്മാനിച്ചതായിരുന്നു ആ ദിവസങ്ങൾ. അതിന്റെ പിന്നിലെ കാര്യകാരണങ്ങളൊക്കെ സമൂഹം സംസാരിക്കട്ടെ എന്നായിരുന്നു ബ്ലസ്സി പറഞ്ഞത്. ആ കാര്യകാരണങ്ങളെല്ലാം സമൂഹം ഈ ദിവസം വരെയും ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നു. പൃഥ്വി 16 വർഷം മുൻപ് തുടങ്ങിയ യാത്രയാണ് ആടുജീവിതത്തിൻ്റെത്. സിനിമയ്ക്കായി കുറച്ചത് 31 കിലോയോളം ഭാരമാണ്. സിനിമ പുറത്തിറങ്ങിയ ശേഷം മറ്റൊരാൾ ചെയ്താൽ നന്നായേനെ, കുറച്ചുകൂടി എഫേർട്ട് ഇടാമായിരുന്നു എന്നൊന്നും ആളുകൾ പറയരുത്. അതിനായി ജീവിതത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒന്നെന്ന ബോധ്യത്തോടെ പണിയെടുത്തുവെന്നാണ് പൃഥ്വി അന്ന് പറഞ്ഞത്. സിനിമ കണ്ട ഒരാളും അദ്ദേഹത്തെ വിമർശിക്കില്ല. അതിനൊരു പഴുതുപോലും അദ്ദേഹം നൽകിയില്ലെന്ന് വേണം പറയാൻ. എന്നാൽ സ്വന്തം ഇൻഡസ്ട്രിയിൽ നിന്ന് തന്നെ പൃഥ്വി നേരിടുന്ന വിദ്വേഷത്തിന് കയ്യും കണക്കുമില്ല. തന്റെ സംസാര ശൈലിയും ആത്മവിശ്വാസം നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വവും പണ്ട് തൊട്ടേ ആളുകളെ ചൊടിപ്പിച്ചിരുന്നു. ഇന്നും ആ ഹെയ്റ്റ് ക്യാമ്പയിൻ തുടരുന്നു. പൃഥ്വിരാജ് മെലിഞ്ഞു, താടി വളർത്തി എന്നതുകൊണ്ടൊന്നും അവാർഡ് നൽകാനാകില്ലെന്നും എമ്പുരാൻ ദേശവിരുദ്ധ ചിത്രമെന്നും പറയുന്നത് ഇതേ മോളിവുഡിലെ താരങ്ങൾ തന്നെയാണ്. എന്തൊക്കെ വിമർശനങ്ങൾ എതിരെ വന്നാലും തളരാതെ തല ഉയർത്തി നടക്കുന്ന താരമാണ് പൃഥ്വിരാജ്. ടീനേജ് ടൈമിൽ തുടങ്ങിയ കരിയർ ഇത്രയേറെ വളർന്നു പന്തലിച്ചെങ്കിൽ അയാൾ നൽകിയ ഡെഡിക്കേഷനാണ് അതിന് പിന്നിൽ. ആരെയും ഭയപ്പെടാതെ, ആർക്കു മുന്നിലും വിധേയപ്പെടാതെ എന്നും സ്വന്തം നിലപാടുകൾ തുറന്നു പറയുന്ന പൃഥ്വി പലർക്കും കണ്ണിലെ കരടായിരുന്നു. CAA-ക്കെതിരെയും ലക്ഷദ്വീപ് വിഷയത്തിലുമെല്ലാം പൃഥ്വിയുടെ നിലപാടുകൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. അങ്ങനെ ഒരാളെ ദേശീയ പുരസ്കാര വേദിയിൽ തഴയുന്നതിൽ വലിയ അത്ഭുതമൊന്നും കാണേണ്ടതില്ല. പുഷ്പയ്ക്കും ജവാനുമെല്ലാം പുരസ്കാരം നൽകിയ ജൂറിയുടെ നിലവാരത്തെക്കുറിച്ചും ചർച്ചകൾ പലതാണല്ലോ. എന്തായാലും പൃഥ്വിയുടെ വാക്കുകൾ പലർക്കുമുള്ള മറുപടി കൂടിയാണ്. രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ, രാജമൗലി ചിത്രത്തിൽ പ്രധാന വേഷം അയാളുടേതാണ്. തന്റെ സിനിമകളിലൂടെ, വിഷനിലൂടെ പൃഥ്വിക്ക് മോളിവുഡിനെ ഇനിയും മുന്നോട്ടേക്ക് നയിക്കാനാകട്ടെ. അവാർഡിനേക്കാൾ തിളക്കം അദ്ദേഹത്തിന് പ്രേക്ഷകർ നൽകുന്ന സ്നേഹത്തിലുണ്ട്. അതിനിയും തുടരും.